കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കുളിക്കുക, മൂക്കിൽ കൂടെ വെള്ളം എടുത്തിട്ട് മൂക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. അത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ അസുഖം പറഞ്ഞേക്കാം അല്ലെങ്കിൽ വന്നേക്കാനുള്ള സാധ്യതകളുണ്ട്. അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മെനിഞ്ചോ എൻകഫലൈറ്റിസ് ആണ്. സാധാരണഗതിയിൽ സാധാരണ മരുന്നുകളെ കൊണ്ടൊന്നും നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. എമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്ന് പറയുന്നത് മെയിൻലി 2-3 അമീബ കൊണ്ടുണ്ടാകുന്നതാണ്. നെഗ്ലേറിയ അല്ലെങ്കിൽ എൻറ്റമീബ എന്ന് പറയുന്ന 2 ഓർഗാനിസം അല്ലെങ്കിൽ എമീബ കൊണ്ടുണ്ടാകുന്നതാണ്. ഇപ്പോൾ മെനിഞ്ചൈറ്റിസിലെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഫോമാണ് എമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്. അതേപോലെ തന്നെ ഈ എമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഇസ് ബേസിക്കലി ഒരു ടോക്സിക് കൈൻഡ് ഓഫ് മെനിഞ്ചൈറ്റിസ്. ഇപ്പോഴത്തെ മെഡിസിൻസ് കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഇതില്ല. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടാങ്കിലെ വെള്ളം അല്ലെങ്കിൽ നമ്മൾ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ട് എങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഈസ് പക്ഷേ ഒരു റെയർ കണ്ടീഷനാണ്. മെനിഞ്ചൈറ്റിസിൻ്റെ എല്ലാ സിംറ്റംസും ഒരേപോലെയാണ്. വെദർ ഇറ്റ് ഈസ് വൈറൽ മെനിഞ്ചൈറ്റിസ്, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ഫംഗൽ, എമീബിക്, തലവേദന, ഛർദി, പനി. ഞങ്ങൾ സയൻസ് ആയിട്ട് നോക്കുന്നത് നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയും. അതായത് കഴുത്ത് നമുക്ക് തിരിക്കാൻ പറ്റാകുകയോ കഴുത്ത് മടക്കാൻ ബുദ്ധിമുട്ടുകയോ അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ നെക്ക് സ്റ്റിഫ്നെസ് അതൊരു മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു എന്താ പറയുക സൈനാണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പൈപ്പോ അല്ലെങ്കിൽ കിണർ വെള്ളമോ ഉപയോഗിക്കാതിരിക്കും. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് മാത്രമല്ല, പ്രിവെൻഷൻ ഈസ് ചീപ്പർ ദാൻ ക്യൂർ ഓൾസോ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഹലോ ആൻഡ് വെൽക്കം ടു മൂവിവേൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ മുരളീകൃഷ്ണ മേനോനാണ്. വെൽക്കം. അപ്പോൾ ഡോക്ടർ, നമ്മൾ റീസെൻറ്റ് കുറച്ച് ഇയേഴ്സായിട്ട് ആണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു പേര് തന്നെ കേൾക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളങ്ങനെ കേട്ടിട്ടില്ല. ശരിക്കും എന്താണ് ഈ ഒരു ഡിസീസ്? ഓക്കെ, നമുക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമ്മുടെ ബ്രെയിനിന് കവറിങ്സ് ഉണ്ട്, അതിന് നമ്മളെ മെനിഞ്ചസ് എന്ന് പറയും. അപ്പോൾ ആ മെനിഞ്ചസിന് ഇൻഫെക്ഷൻ വരികയോ ആ മെനിഞ്ചസിന് ഇൻഫ്ലമേഷൻ വരികയോ സമയത്താണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് പാടകളെ മാത്രമല്ല ബ്രെയിനിനെയും കൂടിയും ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എൻകഫലൈറ്റിസ് എന്ന് പറയും. ഈ ചില മെനിഞ്ചൈറ്റിസുകൾ മെനിഞ്ചൽ ആൻഡ് എൻകഫലോൺ, അതായത് ബ്രെയിനിനെയും ബ്രെയിനിൻ്റെ പാടയും രണ്ടിനെയും കൂടി എഫക്റ്റ് ചെയ്യും. അതിനെ ഞങ്ങൾ മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്ന് പറയും. അപ്പോൾ സാധാരണഗതിയിൽ പല കാരണങ്ങൾ കൊണ്ട് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് വൈറലാണ്. അപ്പോൾ നേരത്തെ മുതലേ നമ്മൾ വൈറൽ എൻകഫലൈറ്റിസ് അല്ലെങ്കിൽ വൈറൽ മെനിഞ്ചൈറ്റിസുകൾ കാണാറുണ്ട്. പിന്നെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, പിന്നെ ഫംഗൽ മെനിഞ്ചൈറ്റിസ്, ഫംഗൽ മെനിഞ്ചോ എൻകഫലൈറ്റിസ്. പണ്ട് മുതലേ ഈ എമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്തേ ഉണ്ട്, പക്ഷേ ഇറ്റ് വാസ് വെരി റെയർ. ഇപ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, അത് കോമൺ ആയിട്ട് കുറച്ചുകൂടി പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ആ പിക്കപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു റീസെൻ്റ് ഇയേഴ്സിൽ ആയിട്ട് നമ്മുടെ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോപ്പപ്പ് ചെയ്തിങ്ങനെ വരാനായിട്ടുള്ള റീസൺ എന്താ? അതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അതോ എന്തുകൊണ്ടായിരിക്കും? ഈ എമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്ന് പറയുന്നത് മെയിൻലി 2-3 അമീബ കൊണ്ടുണ്ടാകുന്നതാണ്. നെഗ്ലേറിയ അല്ലെങ്കിൽ എൻറ്റമീബ എന്ന് പറയുന്ന 2 ഓർഗാനിസം അല്ലെങ്കിൽ എമീബ കൊണ്ടുണ്ടാകുന്നതാണ്. കൂടുതലും കണ്ടാമിനേറ്റഡ് വാട്ടർ അത് മൂക്കിക്കൂടെ അല്ലെങ്കിൽ നേസൽ ക്യാവിറ്റിയിൽ കൂടെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി അത് നേസൽ ക്യാവിറ്റി ഈസ് വെരി ക്ലോസ് ടു ദി മെനിഞ്ചസ്. ഒരു പ്ലേറ്റ് മാത്രമേ ഉള്ളൂ, ക്രിപ്രിഫോം പ്ലേറ്റ് മാത്രമല്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെനിഞ്ചൈറ്റിസും അതിൻ്റെ ഭാഗമായിട്ട് എൻകഫലൈറ്റിസും ഉണ്ടാകും. അപ്പോൾ ഈ കുളിക്കുക, അപ്പോൾ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കുളിക്കുക, അല്ലെങ്കിൽ ചിലവർ ഈ മൂക്കിൽ കൂടെ വെള്ളം എടുത്തിട്ട് മൂക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. അത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ അസുഖം പറഞ്ഞേക്കാം അല്ലെങ്കിൽ വന്നേക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇത് ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബ അങ്ങനെയാണോ ഇതിനെ പറയുന്നത്? ഈ മെനിഞ്ചോ എൻകഫലൈറ്റിസ്, അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിന് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് പറയുന്നത്. കാരണം അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മെനിഞ്ചോ എൻകഫലൈറ്റിസ് ആണ്. സാധാരണഗതിയിൽ സാധാരണ മരുന്നുകളെ കൊണ്ടൊന്നും നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഇസ് എ വെരി ഫേറ്റൽ കണ്ടീഷൻ.
ഇത് ആക്ച്വലി എങ്ങനെയാണ് ഈ നേസൽ കൂടി ഏരിയയിൽ കൂടി മാത്രമാണോ നമ്മുടെ ബ്രെയിനിലോട്ട്? അത് എന്താണ് ആ ഒരു പ്രോസസ്സ്? എങ്ങനെയാണ് ഇത് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത്? പല മെനിഞ്ചൈറ്റിസും പല രീതിയിൽ കൂടിയാണ് വരുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ വൈറൽ മെനിഞ്ചൈറ്റിസ് ചിലപ്പോൾ ബ്ലഡിൽ കൂടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡ് വൈറസ് ഉണ്ടായിരുന്നുവെങ്കിൽ കോവിഡ് വൈറസ് ബ്ലഡിൽ കൂടെ അത് മെനിഞ്ചസിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഹെർപ്പസ് സിംപ്ലെക്സ് അതും ചിലപ്പോൾ ബ്ലഡിൽ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. എക്കോ വൈറസ് അങ്ങനത്തെ പല വൈറസുകളും ബ്ലഡിൽ കൂടെ പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ചില വൈറസുകൾ ന്യൂറൽ ടിഷ്യൂ കൂടെ പോകും. ഫോർ എക്സാമ്പിൾ റേബീസ് ന്യൂറൽ ടിഷ്യൂ കൂടെ പോയിട്ടാണ് എൻകഫലൈറ്റിസ്. ബേസിക്കലി ഒരു ബ്രെയിൻ സ്റ്റെം എൻകഫലൈറ്റിസ് ആണ് റേബീസ് കൊണ്ടുണ്ടാവുന്നത്. അത് ന്യൂറൽ ടിഷ്യൂ കൂടെയാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ബ്ലഡിൽ കൂടെ വരാം. ഫോർ എക്സാമ്പിൾ ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സൈനസുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഫ്രോണ്ടൽ സൈനസ് അല്ലെങ്കിൽ എത്മോയിഡ് സൈനസിൻ്റെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ബ്രെയിനിലേക്ക് നേരിട്ട് പടരാനുള്ള സാധ്യതകളുണ്ട്. മെനിഞ്ചോ എൻകഫലൈറ്റിസ് ബൈ അമീബ ഇസ് ഓൾസോ ആ ഒരു രീതിയിൽ കൂടെയാണ് പടരുന്നത്. അതായത് നമ്മളുടെ മൂക്കിൽ കൂടെ വന്ന് മൂക്കിൽ നിന്ന് അത് മെനിഞ്ചസിലേക്ക് പടർന്ന് അവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ള ഒരു ഡിസീസ് നമുക്ക് ഈ മെനിഞ്ചൈറ്റിസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് വൺ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? യെസ്. ഇപ്പോൾ മെനിഞ്ചൈറ്റിസിലെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഫോമാണ് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്. കാരണം അത് സാധാരണ നമ്മളുടെ ആൻറ്റി അമീബ മെഷേഴ്സ് കൊണ്ട് നമുക്ക് തുരത്താൻ പറ്റില്ല. അതിനുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മെഡിസിൻസ് നമുക്കില്ല. അപ്പോൾ അത് കാരണമാണ് അതിനെ കുറച്ചും കൂടി മാരകമായിട്ട് നമ്മൾ പറയുന്നത്. ബാക്കി എല്ലാ മെനിഞ്ചൈറ്റിസും മാരകമാണ്. ഫോർ എക്സാമ്പിൾ വൈറൽ മെനിഞ്ചൈറ്റിസ് അത്ര മാരകമല്ല, സെൽഫ് ലിമിറ്റിംഗ് ആണ്. ആ സാധാരണ നമുക്ക് വൈറൽ ഫീവർ വരുന്ന പോലെ അത് ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. വൈറൽ എൻകഫലൈറ്റിസ് ചിലപ്പോൾ അതുപോലെയല്ല. അത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ അത് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെർപ്പസ് സിംപ്ലെക്സ് എൻകഫലൈറ്റിസ് എന്ന് പറയുന്നത് ടെമ്പർ ലോബ്സിൽ വന്ന അത് ഓർമ്മക്കുറവ്, മറി, ഫിറ്റ്സ് ഇതെല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഇസ് ബേസിക്കലി ഒരു ടോക്സിക് കൈൻഡ് ഓഫ് മെനിഞ്ചൈറ്റിസ്. അത് നമുക്ക് ഇപ്പോഴത്തെ മെഡിസിൻസ് കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഇതില്ല. അപ്പോൾ നമുക്കിത് സർവൈവ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണോ? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുക, നമ്മുടെ ആ ടോക്സിസിറ്റി കുറയ്ക്കാൻ പറ്റുമെങ്കിൽ, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ദർ ആർ ചാൻസസ് ദാറ്റ് ദേ ക്യാൻ സർവൈവ്. പക്ഷേ പൊതുവേ ദ മോർട്ടാലിറ്റി റേറ്റ് ഇസ് വെരി ഹൈ. ഓക്കെ. ഇതൊരു പേഴ്സൺ ടു പേഴ്സൺ നമ്മളിപ്പോൾ ഒരു അഫക്റ്റഡ് പേഴ്സണായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും? സാധാരണഗതിയിൽ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സണിലുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അതിൻ്റെ പോർട്ടൽ ഓഫ് എൻട്രി മൂക്കിൽ കൂടെയാണ്. അപ്പോൾ മൂക്കിൽ കൂടെ അമീബ കയറണമെങ്കിൽ അതിന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വാട്ടറോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ചില മെനിഞ്ചൈറ്റിസുകൾ അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ വൈറൽ എൻകഫലൈറ്റിസ് അല്ലെങ്കിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് നമുക്ക് ഇപ്പോൾ വായു കൂടെ പടർന്ന് കോവിഡ് വന്ന് അതിന് മെനിഞ്ചൈറ്റിസ് വരാം. അല്ലെങ്കിൽ മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു എപ്പിഡമിക് ആയിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ നമുക്ക് വായു കൂടെയും പടരാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലായി. ഇപ്പം റീസെൻറ്റ് ഡേയ്സ് ആയിട്ട് കൊച്ചിയിലും കുറച്ച് പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിലാണെങ്കിൽ പോലും നേരത്തെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിട്ടും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് വൈകിയതാണോ? ഇറ്റ് ഈസ് പോസിബിൾ. കാരണം ഇപ്പോൾ നമ്മുടെ പിക്കപ്പ് റേറ്റ് കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട്. നമ്മൾ CSF ചെയ്ത് അതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതിൽ നമ്മൾ അമീബ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മൾ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടു തുടങ്ങുമ്പോൾ നോക്കുന്ന ഡോക്ടർമാർക്കും പെത്തോളജിസ്റ്റുകൾക്കും അമീബയെ നമുക്ക് തപ്പാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എപ്പോഴും നമുക്ക് അമീബയെ കണ്ടോളണം എന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. മനസ്സിലായി. അപ്പോൾ ഇതിനു മുമ്പ് മേ ബി ഉണ്ടായിട്ട് നമ്മൾ പിക്കപ്പ് ചെയ്യാത്തത് ആയിരിക്കാം. അതെ, ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു കോഴ്സ് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ സ്വിമ്മിംഗ് പൂള് യൂഷ്വലി ഉള്ള സ്വിമ്മിംഗ് പൂളിലൊക്കെ യൂസ് ചെയ്താലും ഇത് യൂഷ്വൽ സ്വിമ്മിംഗ് പൂളിൽ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ യു ക്യാൻ ഹാവ് ചാൻസസ്. അപ്പം നമ്മൾ സാധാരണ സ്വിമ്മ് ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിൽ കൂടെ വെള്ളം വരാറില്ല. പക്ഷെ മൂക്കിൽ കൂടെ കണ്ടാമിനേറ്റഡ് വെള്ളം പോയി അത് നേരെ സൈനസിലേക്കോ അല്ലെങ്കിൽ അവിടേക്കോ പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ വരുള്ളൂ. അപ്പം ജസ്റ്റ് സ്വിമ്മിങ് മാത്രം കൊണ്ട് ഇത് വരില്ല. പക്ഷേ യു ഹാവ് ടു ബി കെയർഫുൾ. അത് ശരിക്കും വാട്ടർ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. ഇറ്റ്സ് ഗോയിങ് ടു ബി എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം.
ആ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലത്തിനെ എങ്ങനെയാണ് നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യുക എന്നുള്ള പഠിച്ചിട്ട് വേണം സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റ് ചെയ്യുന്നത്. അതെ, അതുപോലെ തന്നെ കുറേ ഫേക്ക് പോസ്റ്റേഴ്സ് ആണോന്ന് എനിക്കറിയില്ല, ചില ഡീറ്റെയിൽഡ് പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഷവർ ചെയ്യുമ്പോഴും വീട്ടിൽ നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം പോലും നമ്മൾ കെയർഫുൾ ആയിരിക്കണം, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഓക്കെ, ഇതിപ്പോൾ എൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ സംഭവിച്ചത്. നമ്മുടെ ഭാര്യ ചോദിച്ചു, ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ടാങ്കിൽ നിന്ന് വരുന്നു. അപ്പോൾ യൂസ് ചെയ്യുന്ന ടാങ്കിലെ വെള്ളം അല്ലെങ്കിൽ നമ്മൾ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ട് എങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഈസ്, പക്ഷേ ഒരു റെയർ കണ്ടീഷനാണ്, അങ്ങനെ പോസിബിലിറ്റി കുറവാണ്. പോസിബിലിറ്റി. നമ്മൾ ഈ മെഡിസിനിൽ എപ്പോഴും പ്രോബബിലിറ്റി ആൻഡ് പോസിബിലിറ്റിയെ കുറിച്ചിട്ടാണ് ചിന്തിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി നമുക്ക് കുറവാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഇല്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല. അതിനും ഒരു ചാൻസ് ഉണ്ട്. കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും ബേസിക്കലി എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? വെള്ളം നല്ലോണം തിളപ്പിക്കുക, പിന്നെ സോഴ്സ് ഡീകണ്ടാമിനേറ്റ് അല്ലെങ്കിൽ ഡീസിൻഫെക്റ്റ് ചെയ്യുക, ക്ലോറിനേറ്റ് ചെയ്യുക. പബ്ലിക് ഹെൽത്ത് അതോറിറ്റീസായിട്ട് നമ്മൾക്ക് സമ്പർക്കം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഡിസിൻഫെക്റ്റ് ചെയ്യണം, എങ്ങനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം എന്ന് അവർക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും. അതെ, ഈ ഇതുപോലെയുള്ള പോസ്റ്റുകളൊക്കെ കണ്ടിട്ടാണെങ്കിലും ആളുകളുടെ ഇടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ പെട്ടെന്നുണ്ടാവും. ഇപ്പോൾ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണുകയാണെങ്കിൽ, അങ്ങനത്തെയുള്ള ആളുകളോട് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? എനി ഡിസീസ് പ്രൊഡ്യൂസസ് പാനിക്. അതാണ് ബേസിക് ഒരു ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോഴും എല്ലാവരും ആദ്യം പാനിക് ചെയ്തു. പിന്നെ അത് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയും തോറും ആദ്യം ഒരു മാസം നമ്മൾ പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്തു, പിന്നെ അത് 2 ആഴ്ചയായി, പിന്നെ ഒരാഴ്ചയായി. അപ്പോൾ നമ്മളത് കൂടുതൽ പഠിക്കും തോറും നമ്മൾക്ക് ആ അസുഖത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പാനിക്ക് കുറയ്ക്കുക. ഒരു അസുഖം വന്നാൽ പാനിക്ക് ചെയ്യാതിരിക്കുക, അതിനെക്കുറിച്ച് അറിയുക, അറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ഇടരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ നമ്മുടെ ക്ലൈമറ്റ്, അതുപോലെ ടെമ്പറേച്ചർ, ഇതിലൊക്കെ വരുന്ന വേരിയേഷൻ ഈ ഇത്തരം ഡിസീസുകളുടെ പെട്ടെന്നുള്ളൊരു വർധനവിന് കാരണമാവുന്നുണ്ടോ? അമീബ എവിടെ സർവൈവ് ചെയ്യുന്നു, അമീബയ്ക്ക് സർവൈവ് ചെയ്യാനുള്ള കണ്ടീഷൻസിൽ ഇഫ് ദാറ്റ് ക്ലൈമറ്റ് പ്രൊഡ്യൂസസ് this thing that it can survive in this particular environment, പ്രത്യേകിച്ച് മോയ്സ്ചർ കൂടുതലുള്ള എൻവയറമെൻറ്റ്, ഹ്യൂമിഡിറ്റി കൂടുതലുള്ള എൻവയറമെൻറ്റിൽ, then certainly the amoeba can replicate. അപ്പോൾ ഇങ്ങനെ അമീബ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു അമീബ 2 അമീബയാവും, 2 അമീബ 4, 4 8. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ലോഗറിതമിക് എക്സ്പാൻഷൻ. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്, ഒരു അമീബ മാത്രമല്ല ഒരു അസുഖം ഉണ്ടാക്കുന്നത്. മനസ്സിലായി. ഇതിൻ്റെ ഒരു ഏർലി സിംറ്റംസ് എങ്ങനെയായിരിക്കും? പലരും മേ ബി മെനിഞ്ചൈറ്റിസ് ആണെന്ന് കരുതി തെറ്റിദ്ധരിക്കപ്പെടാമല്ലോ. അപ്പോൾ ഏർലി സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? മെനിഞ്ചൈറ്റിസിൻ്റെ എല്ലാ സിംറ്റംസും ഒരുപോലെയാണ്, വെദർ ഇറ്റ് ഇസ് വൈറൽ മെനിഞ്ചൈറ്റിസ്, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ഫംഗൽ, അമീബിക്. തലവേദന, ഛർദി, പനി, ഇത് 3ഉമാണ് സാധാരണഗതിയിൽ നമുക്ക് മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇത് പക്ഷേ ഏതൊരു വൈറൽ ഫീവറും ഏതൊരു പനിയുടെ കൂടെയും നമുക്ക് കാണാറുള്ളതാണ്. അപ്പോൾ അത് കൂടാതെ ചിലപ്പോൾ തലവേദന മാറാതെ നിൽക്കും. അപ്പോൾ സാധാരണ പനിയുടെ കൂടെയുള്ള തലവേദന 1-2 ദിവസത്തിൽ മാറാറുണ്ട്, അല്ലെങ്കിൽ പനി ചിലപ്പോൾ 1-2 ദിവസത്തിൽ വൈറൽ പനി മാറാറുണ്ട്. അതിൻ്റെ കൂടെ മെനിഞ്ചൈറ്റിസിൻ്റെ ഭാഗമായിട്ട് ഛർദി കൂടുതലായിട്ട് വരിക, ഛർദി മാറാതെ നിൽക്കുക, രാത്രി ഉറക്കത്തിൽ നിന്ന് വേദനയായിട്ട് എഴുന്നേൽക്കുക. കാരണം അത് തലച്ചോറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്നു എന്നാണ് നമ്മൾ അതിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ബിഹേവിയറൽ ചേഞ്ചസ്, കാരണം ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ സ്വഭാവ വ്യത്യാസങ്ങൾ, ഫിറ്റ്സ് വരിക, പിന്നെ പിച്ചുമ്പയും പറയുക, ഡെലീറിയം പോവുക, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാറുണ്ട്. ഓക്കെ, ഏറ്റവും ഒരു പെയിൻഫുൾ കൈൻഡ് ഓഫ് ഒരു ഫീവർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ? ഫീവറിൻ്റെ കൂടെ, ഫീവർ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റില്ല, ഫീവറിൻ്റെ കൂടെ തലവേദന, ഛർദി, ബിഹേവിയറൽ ചേഞ്ചസ്, സീഷസ്, എല്ലാം കൂടി ഒരു കോൺസ്റ്റലേഷൻ ആയിട്ടാണ് നമ്മൾ ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു സിൻഡ്രോമിക് ആക്കുന്നത്. ഇതിന് മുമ്പ് ഈ സീഷേഴ്സ് വന്നിട്ടുള്ള ആളുകൾക്കായിരിക്കും അങ്ങനെ വരുന്നത്, അതോ എല്ലാവർക്കും ഈ സെയിം സിംറ്റംസ് ആയിരിക്കും? സീഷേഴ്സ് വരുന്ന ആൾക്കാർക്ക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിക്കൊള്ളാൻ നിർബന്ധമില്ല. സീഷേഴ്സ് വേറൊരു കാറ്റഗറി ഓഫ് ഡിസീസാണ്. പക്ഷേ ഹെഡ് ഇഞ്ചറി ഉണ്ട്. ഹെഡ് ഇഞ്ചറിയിൽ നമുക്ക് മൂക്കിൻ്റെ ഭാഗത്തു നിന്ന് വെള്ളം വരുന്ന CSF റൈനോറിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യതകളും അതേപോലെ ഇതേപോലത്തെ രോഗങ്ങൾ കൂടാനുള്ള സാധ്യതകളും ഉണ്ട്, പ്രോബബിലിറ്റി കൂടുതൽ. മനസ്സിലായി. നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഇപ്പോൾ അത് ഈസിലി ഡയഗ്നോസിബിൾ ആണോ ശരിക്കും പറഞ്ഞാൽ? നമ്മൾ മെനിഞ്ചൈറ്റിസ് വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത്, ആദ്യം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. CT സ്കാനിങ്ങോ അല്ലെങ്കിൽ MRI സ്കാനിങ്ങോ, അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് സ്കാനിങ്ങോ ചെയ്യും. എന്നാൽ
എന്നാലേ നമുക്ക് മെനിഞ്ചൈറ്റിസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ന് പറയുന്നത് CSF ആണ്. അപ്പോൾ CSF നമ്മൾ അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ലംബാർ പങ്ക്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് അത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി അതിൽ സെൽസ് ഉണ്ടോ, ഇൻഫ്ലമേഷൻ ഉണ്ടോ, ന്യൂട്രോഫിൽസ് ഉണ്ടോ, ലിംഫോസൈറ്റ്സ് ഉണ്ടോ, അമീബയുണ്ടോ, വേംസ് ഉണ്ടോ, ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റുന്നു. ബാക്ടീരിയ ഉണ്ടോ, കൾച്ചർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ നമ്മൾ അമീബയെ കാണുകയാണ് അല്ലെങ്കിൽ ബാക്ടീരിയയെ കാണുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഒബ്വിയസ് ദാറ്റ് ഹി ഹാസ് എ മെനിഞ്ചൈറ്റിസ് ബൈ ദിസ് ഓർഗാനിസം. മനസ്സിലായി. ഇത് ഇപ്പം നമ്മൾ ഒരു കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കുളിക്കുകയോ സ്വിം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ കേസ് നമുക്കിത് നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഒരു അമീബ പ്രവേശിക്കുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും നമുക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? അപ്പോൾ ദാറ്റ് മീൻസ് ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 7 to 14 days ആണ് സാധാരണഗതിയിൽ ഏതൊരു അസുഖം വരുമ്പോഴും നമുക്കൊരു. അപ്പോൾ ഒരു 7 to 14 days നമുക്ക് സിംറ്റംസ് വന്ന് തുടങ്ങാം. പനി, ജലദോഷം, തലവേദന, ഛർദി, ടോക്സിക് ഫീച്ചേഴ്സ്, അതെല്ലാം വരുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. പിന്നെ നമ്മൾ അത് സിംറ്റംസ് ആണ്. ഞങ്ങൾ സയൻസ് ആയിട്ട് നോക്കുന്നത് നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയും. അതായത് കഴുത്ത് നമുക്ക് തിരിക്കാൻ പറ്റാകുകയോ കഴുത്ത് മടക്കാൻ ബുദ്ധിമുട്ടുകയോ അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ നെക്ക് സ്റ്റിഫ്നെസ് അതൊരു മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു എന്താ പറയുക സൈനാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അപ്പോൾ തന്നെ CSF ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ മെനിഞ്ചൈറ്റിസ് വരുമ്പോൾ പലരും പനിയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ടോ? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസിസ് ആണ്. അതൊരു അസുഖത്തിൻ്റെ ഡയഗ്നോസിസ്. പനി എന്ന് പറയുന്ന ഒരു സിംറ്റമാണ്. അപ്പോൾ ഒരു പനി പല കാരണങ്ങൾ കൊണ്ട് വരാം. ഫോർ എക്സാമ്പിൾ ടൈഫോയിഡ് ഫീവറിനും പനി വരാം, വൈറൽ ഫീവറിനും പനി വരാം. അപ്പോൾ ഏതൊരു പനിയും മെനിഞ്ചൈറ്റിസ് ആയിക്കൊള്ളണം എന്നില്ല. മെനിഞ്ചൈറ്റിസ് എന്ന് പറയണമെങ്കിൽ മെനിഞ്ചസിന് ഇൻഫ്ലെയിംഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് സിംറ്റംസ് സ്റ്റാർട്ടായി എത്ര ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്? കുറച്ച് സ്പീഡായിട്ടാണ് അമീബ റിപ്ലിക്കേറ്റ് ചെയ്യുന്നതും സിംറ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും അതിൻ്റെ ഡിറ്റ്യൂറേഷൻ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ മെനിഞ്ചൈറ്റിസ് വരുന്ന സമയത്ത് അത് മോശമാവുകയും ചെയ്യുക. തലയുടെ പ്രഷർ കൂടുക, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുക, റെസ്പിറേഷൻ്റെ പ്രോബ്ലം വരിക, വെന്റിലേറ്ററിലേക്ക് ഇടേണ്ടി വരിക, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം അത് ഓരോരുത്തരുടെയും ഇതനുസരിച്ചായിരിക്കും. ഇപ്പം ചിലപ്പോൾ ചില ആൾക്കാർ ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിരിക്കും. പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർക്ക് അത് കൂടുതൽ പെട്ടെന്ന് വരും. ഈ ഒരു പാനിക് സിറ്റുവേഷൻ പെട്ടെന്ന് ആളുകളിൽ ക്രിയേറ്റ് ആവുമല്ലോ. അതായത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഇത് അത്യാവശ്യം റെയർ ആണെന്നറിയാം, സർവൈവിങ് റേറ്റ് കുറവാണെന്നറിയാം. അപ്പോൾ ഈ ഒരു പേടി കൂടുന്നതും നമ്മുടെ ശരീരത്തിന് ഇത് മോശമായിട്ട് വേഗം അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ? പേടി കൂടുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. പക്ഷെ നമ്മളൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കും. അതല്ലാതെ വേറൊരു പേടി കൊണ്ട് മാത്രം കൂടുതൽ നമ്മൾ പേടിക്കുക, അവെയർ ആവുക എന്നുള്ളതാണ് കൂടുതൽ ആവശ്യം. പേടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വി ഷുഡ് ബി അവെയർ ആകണം. ഈ സർവൈവിംഗ് റേറ്റ് കുറവാണ് നമ്മൾ പറയുമ്പോഴും ഏതെങ്കിലും കേസസ് ഉണ്ടോ സർവൈവ്? ഐ തിങ്ക് ഇപ്പോൾ റീസെൻറ്റ് റിപ്പോർട്ട്സിൽ 1-2 കേസസ് സർവൈവ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഇതിപ്പം സർവൈവ് ചെയ്താലും നമുക്ക് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് സർവൈവ് ചെയ്ത ബാക്ടീരിയ അല്ലെങ്കിൽ അമീബിയെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് ഡാമേജസ് ഒന്നും ബ്രെയിനിന് സംഭവിച്ചിട്ടില്ല എങ്കിൽ ദാറ്റ് മീൻസ് ദ പേഷ്യൻ്റ് ഈസ് ഗോയിങ് ടു കം ഔട്ട് ഓക്കെ. പെർമനന്റ് ഡാമേജസ് വരുമ്പോഴാണ് സാധാരണഗതിയിൽ മെനിഞ്ചസിന് പെർമനന്റ് ഡാമേജസ് വരുന്നത്. അത് അതൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്, അത് യൂഷ്വലി റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ബ്രെയിനിന് പെർമനന്റ് ഡാമേജസ് വരുമ്പോൾ ബ്രെയിനിൻ്റെ സിംറ്റംസിന് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ എന്താ പറയുക അതിൻ്റെ ഫങ്ഷൻസിനെയും ഇപ്പോൾ ഭാഷയുടെ ഭാഗത്താണ് നിൽക്കുക. അപ്പോൾ ചിലപ്പോൾ ഭാഷയ്ക്ക് പ്രോബ്ലം വരാം, ബിഹേവിയറിൻ്റെ പ്രോബ്ലം, അങ്ങനെ പല സിംറ്റംസും. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ബ്രെയിൻ ഈറ്റിംഗ് ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ആണല്ലേ ഈ ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. യൂഷ്വലി ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗത്താണ് ഫ്രോണ്ടൽ മെനിഞ്ചൈറ്റിസ് ആണ് സാധാരണ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അവിടെയാണ് സാധാരണ. അപ്പോൾ അവിടെ ഇൻ്റലിജൻസ്, ജഡ്ജ്മെൻറ്റ്, ടാക്ട്, ബിഹേവിയർ, പിന്നെ ഫിറ്റ്സ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട്. മനസ്സിലായി. ഇപ്പോൾ കറൻ്റ്ലി ഇതിനിപ്പോൾ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഉണ്ട്, ആൻറ്റി അമീബ നമുക്ക് ഉണ്ട്. പക്ഷേ ഈ ടിപ്പിക്കൽ എന്താ പറയുക അമീബയ്ക്ക് ഒരു ആൻറ്റി അമീബ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി വെരി അൺകോമൺ.
അത് അത്രയ്ക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതല്ല. പിന്നെ റെയറായിട്ട് നമുക്ക് ചില മരുന്നുകൾ ഉണ്ട് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ യൂഷ്വലി അങ്ങനെ ഒരു ഫിക്സഡ് ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ ഇത്തരം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് യൂഷ്വലി? നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമുക്ക് ഉള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കും. പിന്നെ സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഫിറ്റ്സിനെ കൺട്രോൾ ചെയ്യുക, തലച്ചോറിൻ്റെ പ്രഷറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, തലച്ചോറിൻ്റെ പ്രഷർ കുറയ്ക്കുക, ആൻറ്റി അമീബ മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഇതൊക്കെയാണ്. എഡീമ കുറയ്ക്കുക, അതായത് നീർക്കെട്ട് കുറയ്ക്കുക, ഇതെല്ലാം നമ്മൾ. ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനും ഒരു 100% ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് വരാനായിട്ടുള്ള ചാൻസസ്? യെസ്, ദാറ്റ് ഈസ് പ്രോബബ്ലി ഇൻ ദ പൈപ്പ് ലൈൻ. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് റിസർച്ചിൽ കൂടിയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏത് ആൻറ്റി എമീബ മെഷേഴ്സാണ് നമുക്ക് ഇതിനെ കൂടുതൽ എഫക്റ്റീവ് ആകുക എന്നുള്ളത്. ആസ് ഇറ്റ് ഈസ് ഫോർ നൗ, ടേക്ക് പ്രിക്കോഷൻസ്, ബി അവെയർ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞത്. മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനത്തെ കേസ് സ്റ്റഡീസ് എന്തെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ? ഐ എം നോട്ട് അവെയർ ഓഫ് ദാറ്റ്. പണ്ട് ഇറ്റ് ഈസ് ഇപ്പോൾ ഈ എന്താ പറയുക, വെള്ളം കുറയുന്ന സമയത്ത്, ഇപ്പോൾ സമ്മറിലുള്ള കണ്ടാമിനേഷൻ കൂടും. അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ കുളത്തിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് കുളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് വരാനുള്ള സാധ്യതകൾ കൂടും. നമ്മുടെ നാട്ടിൽ വെള്ളം അത്രയ്ക്കുള്ളൊരു പ്രോബ്ലം ആയിരുന്നില്ല. ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമം വരുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ട് ഉണക്ക് കാലങ്ങളിലൊക്കെ അല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും കണ്ടുവരുന്നതാണ്. ഇപ്പം ഒരു പനിയുടെ സിംറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജലദോഷം എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഡോളോ, പാരസെറ്റമോൾ ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത്തരം മെഡിസിൻസ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സിംറ്റംസിനെ അത് അടക്കി വെച്ചിട്ട് ശരിക്കുമുള്ള അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വൈകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഏതൊരു പനി വരുമ്പോഴും നമ്മൾ തുടക്കത്തിൽ പാരസെറ്റമോൾ അല്ലെങ്കിൽ വാട്ടവർ ഇപ്പോൾ എന്തെങ്കിലും കഴിക്കും. പനി കുറയ്ക്കുമെന്നുള്ളത്, താപം കുറയ്ക്കും എന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈറൽ ഫീവറാണ് അല്ലെങ്കിൽ കോവിഡ് ആണെങ്കിൽ നമ്മൾ പനി കുറയുന്നു എന്ന് മാത്രമല്ല, ഇൻഫെക്ഷൻ മാറുന്നില്ല. ഇപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടും പനി മാറാതിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സിംറ്റംസ് വരികയോ കൂടുതൽ പ്രോഗ്രസീവായിട്ട് അത് മാറുകയോ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് പെർട്ടിനൻറ്റ് ദാറ്റ് അതൊരു ഡോക്ടറെ കാണിച്ചിട്ട് അത് എന്തുകൊണ്ടാണ് മാറാതെ നിൽക്കുന്നത്, വേറെ വല്ലതും നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുകൂടി നമ്മൾക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രതിരോധ ശക്തി കുറയുന്ന ആൾക്കാർ, ഡയബറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ ഇതിൽ സൂക്ഷിക്കേണ്ടതാണ്. മനസ്സിലായി. നമ്മൾ ഏർലി ഡയഗ്നോസ് ചെയ്യുന്നത് എത്രത്തോളം ലൈഫ് സേവിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും? ഏതൊരു അസുഖവും ഏർലി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു അസുഖത്തിനെ നമുക്ക് ഏർലി കണ്ടുപിടിച്ചാലും എങ്കിലും നമുക്ക് കുറേ എല്ലാം ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ അവെയറായിട്ട് കൂടുതലായിട്ട് നമ്മൾ പരിശോധനകൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാകും. ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഷ്യൻസിൻ്റെ ഇത് ബെനിഞ്ചൈറ്റിസ് ആണ്, ഇതിന് നീര് കുത്തിയെടുത്ത് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ പലരും സമ്മതിക്കാറില്ല. അതാണ് പ്രോബ്ലം. അപ്പോൾ അത് കിട്ടാണ്ടത് ഞങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇറ്റ് ഇസ് ഓൾവേസ് പെർട്ടിനന്റ്. ഒരു MRI ചെയ്തുകൊണ്ടോ ഒരു CT ചെയ്തുകൊണ്ടോ നമുക്ക് മെനിഞ്ചൈറ്റിസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് CSF തന്നെ ചെയ്യണം. ഓക്കെ. ഇത് പെയിൻഫുൾ പ്രൊസീജിയർ ആണോ? ഇറ്റ്സ് എ സിമ്പിൾ പ്രൊസീജിയർ. നമ്മൾ സാധാരണ ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുത്തിട്ട് ബ്രെയിനിലെ ഫ്ലൂയിഡ് നട്ടലിലത്തെ ഫ്ലൂയിഡിലേക്ക് വരുന്നതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ നോ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ. അതെ. അപ്പോൾ അതിൽ പല പേഷ്യൻസും സമ്മതിക്കില്ല, ചിലപ്പോൾ വില്ലിങ് ആവാറില്ല. പേടി കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എത്ര മനസ്സിലാക്കിയാലും ചിലപ്പോൾ പേടി കൊണ്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ ഒരു അസുഖത്തിനെ പേടിച്ചിരിക്കുന്ന കൂട്ടത്തിലായിരിക്കും. അപ്പം ബേസിക് പ്രിവെൻഷൻസ് നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും? ബേസിക് പ്രിവെൻഷൻസ് കണ്ടാമിനേറ്റഡ് ആണെന്ന് തോന്നുന്ന വാട്ടറിൽ, ഡേർട്ടി വാട്ടറിൽ കുളിക്കാതിരിക്കുക. അതൊന്ന്. രണ്ടാമത്തത് നമ്മൾ മൂക്കിക്കൂടെ ഈ വലിച്ചു കയറ്റി ക്ലീൻ ചെയ്യുന്നത്, നല്ല വെള്ളം ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ ആണെങ്കിൽ നന്നായിരിക്കും. ദാറ്റ് വിൽ ബി ഗുഡ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പൈപ്പോ അല്ലെങ്കിൽ കിണർ വെള്ളമോ ഉപയോഗിക്കാതിരിക്കും. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് മാത്രമല്ല, പ്രിവെൻഷൻ ഈസ് ചീപ്പർ ദാൻ ക്യൂർ ഓൾസോ. അതെ. അപ്പോൾ എന്തായാലും ഡോക്ടർ ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.
Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.